നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നീർക്കെട്ട്. കാലുകളിലോ കൈകളിലോ മുഖത്തോ ഒക്കെ പെട്ടെന്നൊരു നീര് വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒക്കെ ഈ അവസ്ഥ വരാം. എന്താണ് ഈ നീർക്കെട്ട്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതിനെ എങ്ങനെ ലളിതമായി കൈകാര്യം ചെയ്യാം എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ കലകളിൽ അമിതമായി ദ്രാവകം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നീർക്കെട്ട്. ഇത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വീക്കമായിട്ടാണ് സാധാരണ കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് കൂടിയാലും നീർക്കെട്ട് വരാം. കൈകളിലോ കാലുകളിലോ കണങ്കാലിലോ മുഖത്തോ വയറിലോ ഒക്കെ ഒരു വീക്കം വരാം. വീക്കം വന്ന ഭാഗത്തെ ചർമ്മം തിളങ്ങുന്നതും വലിവുള്ളതുമായി തോന്നും. വീർത്ത ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തിയാൽ അവിടെ ഒരു ചെറിയ കുഴി വീഴുകയും അത് പഴയതുപോലെ ആകാൻ അല്പം സമയമെടുക്കുകയും ചെയ്യും. സന്ധികളിൽ നീർക്കെട്ട് വന്നാൽ ആ ഭാഗം ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ചിലപ്പോൾ നീർക്കെട്ടുള്ള ഭാഗത്ത് വേദനയും ഒരുതരം അസ്വസ്ഥതയും ഉണ്ടാകാം. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. ഉപ്പ് ശരീരത്തിൽ വെള്ളം പിടിച്ചു നിർത്താൻ കാരണമാകും. അതുകൊണ്ട് തന്നെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, അച്ചാറുകൾ, ഉണക്കമീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. നീർക്കെട്ട് കാലുകളിലാണെങ്കിൽ കാലുകൾ ഒരു തലയിണയിലോ കസേരയിലോ കയറ്റി വെക്കുക. ഹൃദയത്തിന്റെ നിരപ്പിനേക്കാൾ മുകളിലേക്ക് കാലുകൾ ഉയർത്തി വെക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും നീര് കുറയ്ക്കാനും സഹായിക്കും. ഒരു തുണി തണുത്ത വെള്ളത്തിൽ മുക്കി നീരുള്ള ഭാഗത്ത് വയ്ക്കുന്നത് വീക്കവും വേദനയും കുറയ്ക്കാൻ സഹായിക്കും. നീർക്കെട്ടിന് ഏറ്റവും നല്ലൊരു ആയുർവേദ പരിഹാരമാണ് മല്ലിവെള്ളം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മല്ലി രാത്രി മുഴുവൻ കുതിർത്ത ശേഷം പിറ്റേന്ന് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക. ഇത് ശരീരത്തിലെ ദ്രാവകങ്ങൾ പുറന്തള്ളാൻ സഹായിക്കും. നീരുള്ള ഭാഗത്ത് വളരെ മൃദുവായി മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടാനും നീര് കുറയ്ക്കാനും സഹായിക്കും. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് നീരുള്ള ഭാഗത്തെ പേശികൾ ചലിപ്പിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഉദാഹരണത്തിന് കാലുകളിലാണ് നീരെങ്കിൽ കാൽപാദങ്ങൾ പതിയെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലോ വേദനയോ ശ്വാസം മുട്ടലോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹൃദ്രോഗം, വൃക്കരോഗം, കരൾ രോഗം എന്നിവയുടെ ചരിത്രമുണ്ടെങ്കിലോ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.